എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ചാപ്റ്ററാണ്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, 15ാമത്തെ പേജ് എടുക്കുക. ഞാൻ പറയുന്നതോടൊപ്പം അതിൻ്റെ ശബ്ദാർത്ഥത്തിൻ്റെ അർത്ഥം ശബ്ദാർത്ഥം പറഞ്ഞു തരും. അത് നിങ്ങൾ വാക്കിൻ്റെ മേലിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ. നിരാശ കൊണ്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ബൈഠ് ഗയാ ഥാ, ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അപ്പോൾ അതിന് താഴെ നിങ്ങൾ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കണം. വിനോദ് കുമാർ ശുക്ല की കവിത पर നരേഷ് സക്സേന की टिप्पणी. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന സമകാലീനനായ കവിയുടെ കവിതയാണ് എന്തോന്ന്? ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ സമകാലീന സാഹിത്യത്തിൽ വളരെ അഗ്രഗണ്യനായിട്ടുള്ള ഒരു കവിയാണ് ആര്? വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ആ കവിതയ്ക്ക് ശുക്ലജി की कविता पर നരേഷ് സക്സേന की टिप्पणी. നരേഷ് സക്സേന അടുത്ത അതുപോലെ പ്രശസ്തനായ ഒരു കവിതാകാരനാണ് ആര്? കവിയാണ് നരേഷ് സക്സേന. അദ്ദേഹത്തിൻ്റെ ടിപ്പണി. അപ്പോൾ വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതുന്ന ടിപ്പണിയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? വിനോദ് കുമാർ ശുക്ലയുടെ കവിത നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ആ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബോക്സ് കിടക്കുന്നുണ്ടല്ലേ, കവിത. അപ്പം അതൊന്ന് നോക്കുക. നോക്കിക്കോളൂ. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. എന്താണ് അർത്ഥം? നിരാശ കൊണ്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കോളൂ. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശയാൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേം നഹീം ജാൻതാ ഥാ. ആ വ്യക്തിക്ക് മേം നഹീം ജാൻതാ ഥാ. ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. അല്ലേ? ഒരു വ്യക്തി നിരാശയാൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിയെ എനിക്കറിയില്ല. വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ. എന്നാൽ നിരാശയെ എനിക്കറിയാമായിരുന്നു. എന്താണ് അർത്ഥം? ഒരു വ്യക്തി ഇരിപ്പുണ്ട്, അയാൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാൾ നിരാശയാൽ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തി കെ പാസ് ഗയ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നു. മേനെ ഹാത്ത് ബെഠായ. ഞാൻ എൻ്റെ കൈകൾ ആ മനുഷ്യൻ്റെ നേരെ നീട്ടി. മേരാ ഹാത്ത് പകഡ്കർ വോ ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു നിന്നു. മുझे वो नहीं जानता था. അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. मेरे हाथ बढ़ाने को जानता था. എൻ്റെ കൈ നീട്ടിയത് എന്തിനാണെന്ന് പക്ഷെ അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ നീട്ടിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എന്നാൽ എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഹം ദോനോം സാത്ത് ചലെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോം ഏക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ. രണ്ടുപേർക്കും, ആരൊക്കെയാണ്? എനിക്കും ആ മനുഷ്യനും ഏക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ, പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. എന്നാൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ കവിത എന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കവിത, ഒരു ഗദ്യം പോലെയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്, ആണല്ലോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഒരു വ്യക്തി നിരാശയാൽ ഇരിക്കുന്നുണ്ട്. കവി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയി. കവിക്ക് അദ്ദേഹത്തിന് അറിയത്തില്ല, പക്ഷേ കവിക്ക് മനസ്സിലായി അയാൾ നിരാശയാൽ ഇരിക്കുകയാണ്. ഉടനെ തന്നെ കവി അദ്ദേഹത്തിൻ്റെ കൈകൾ ആ മനുഷ്യന് നേരെ നീട്ടി. ആ മനുഷ്യൻ നോക്കിയപ്പോൾ ഇതാരാണെന്ന് അറിയത്തില്ല. കൈ തൻ്റെ നേരെ നീട്ടിയ കൈകൾ ആരുടേതെന്ന് അറിയത്തില്ല. പക്ഷേ അയാൾ ആ കൈകൾ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ഈ മനുഷ്യനോടൊപ്പം നടക്കുകയും ചെയ്തു. രണ്ടുപേർക്കും പരസ്പരം ആരാണെന്ന് അറിയില്ല, പക്ഷേ ഒരുമിച്ച് നടക്കണം എന്നറിയാമായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ ഈ കവിതയിൽ നിന്ന്?
എന്താണ് നമുക്കിതിൻ്റെ അർത്ഥമെന്ന്, അല്ലെങ്കിൽ ഈ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇതൊരു കവിതയായിട്ടാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് ടിപ്പണിയായിട്ട് മാറുമ്പോൾ, ഈ ഒരു കവിതയ്ക്ക് ടിപ്പണി എഴുതുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നമ്മുടെ പാഠഭാഗത്തൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनकटता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അപ്പോൾ ഈ കവിത എഴുതിയ കവി ആരാണ്? വിനോദ് കുമാർ ശുക്ല. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ്. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनकटता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ ഭാഷാക്കി അൻകടത കേലിയെ, ഭാഷാഭംഗി, ഭാഷയുടെ ഒരു ആഴമേറിയ ക്രമരഹിതമായ ഭാഷാപ്രയോഗം അല്ലേ, അതിന് വിഖ്യാതനായിരുന്നു. എന്ന് വെച്ചാൽ മൗലികമായ ഒരു കവിത എഴുതുന്ന രീതിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വ്യത്യസ്തത കൊണ്ട്, എഴുതുന്ന ഭാഷയുടെ വ്യത്യസ്തത കൊണ്ട് പ്രശസ്തനായിരുന്നു ആര്? വിനോദ് കുമാർ ശുക്ല. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. എന്നാൽ ഈ കവിതയിൽ മൗലിക് ഹോനെ കെ സാത്ത് ഹി, മൗലികമായി കാവ്യരചന നടത്തുന്നതോടൊപ്പം തന്നെ കാവ്യശില്പ കെ സിദ്ധ കവി കി തരഹ്, ഒരു കാവ്യശില്പകല വളരെ ഭംഗിയായി തെളിയിച്ച ഒരു കവി എന്ന നിലയിലും അദ്ദേഹം ഈ കവിതയിൽ അദ്ദേഹം കാണപ്പെടുന്നുണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു മൗലികമായി അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്, കവിത എഴുതുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയോടൊപ്പം തന്നെ ശരിക്കും ഒരു കവിതയുടെ ആഴങ്ങളിൽ ആ ഒരു കാവ്യശില്പം എങ്ങനെയാണോ നിർമ്മിക്കുന്നത് അത് എങ്ങനെയെന്ന് കൂടെ തെളിയിച്ച ഒരു കവിയാണ് ആരാണ്? വിനോദ് കുമാർ ശുക്ല. കാര്യം മനസ്സിലായോ? कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇതനേ സഹജ് അവർ സാഫ് ഹെ, ഇത്രത്തോളം സഹജ് എന്താണ്? സാധാരണവും, ഓർ സാഫ് വളരെ വ്യക്തവും. അപ്പോൾ കവിതയുടെ അർത്ഥം വളരെ സാധാരണവുമാണ്, വളരെ വ്യക്തവുമാണ്. എന്തെന്നാൽ ഉനേ വ്യാഖ്യാക്കി ദർക്കാർ നഹീം ഹെ, അതുകൊണ്ട് തന്നെ കവിതയുടെ അർത്ഥം വളരെ സാധാരണത്വവും വ്യക്തവുമുള്ളതായതുകൊണ്ട് ഈ കവിതയെ നമുക്ക് വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം തിരയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഒരിക്കൽ കവിത വായിക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനും കവിതയുടെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. വളരെ സരള ശബ്ദമായ അല്ലേ, വളരെ സരളമായ, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കവിത സ്വയം തന്നെ അതിൻ്റെ അർത്ഥം വെളിവാക്കുന്നതിൻ്റെ മർമ്മ കഹദേത്തെയും, സ്വയം തന്നെ അതിൻ്റെ അർത്ഥം വെളിവാക്കുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. വ്യക്തി കോ മേ നഹീ ജാൻതാ था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं, जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. വ്യക്തിക്കൊപ്പം നമ്മൾ ഈ കവിതയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? വ്യക്തിക്കോ മേ നഹീ ജാൻതാ था, हताशा को जानता था. വ്യക്തിക്കോ മേ നഹീ ജാനാ, ആ വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷേ നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ വാക്ക് പറയുന്നതോടൊപ്പം തന്നെ ജാനേക്ക് ഹമാരി ഉസ് ജാനി പഹചാനി റൂട്ടിക്കോ, അറിയുക, ജാന എന്താണ്? അറിയുക. അപ്പോൾ അറിയുക എന്നുള്ള നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ അറിയുക എന്നതിൻ്റെ അർത്ഥം എല്ലാവരും മനസ്സിൽ ഊഹിച്ചു വച്ചിട്ടുണ്ട്. ഒരാളെ അറിയുക അല്ലെങ്കിൽ ഒരു കാര്യം അറിയുക എന്നത് എന്താണെന്ന് നമ്മൾ
പരമ്പരാഗതമായിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളെ പൊട്ടിച്ചെറിയുന്ന രീതിയിലാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല തൻ്റെ അഭിപ്രായം ഈ കവിതയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 2 ലൈൻ വായിക്കുക. വ്യക്തി കോ മേ നഹീം ജാൻതാ താ, ഹതാശ കോ ജാൻതാ താ. ആ വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അയാൾ നിരാശനാണെന്ന് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അറിയുക എന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്താണോ, നമ്മൾ പരമ്പരാഗതമായിട്ട് അറിയുക എന്ന് എന്താണോ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ആ ഒരു രീതിയെ പാടെ പൊട്ടിച്ചെറിയുകയാണ് ഇവിടെ വിനോദ് കുമാർ ശുക്ല. അപ്പം എന്താണെന്ന് നോക്കാം നമ്മളൊക്കെ. जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. അപ്പം നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു വ്യക്തിയെ അറിയുക, ഇപ്പോൾ നമുക്ക് ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളുടെ കാര്യങ്ങൾ എന്തൊക്കെ അറിയാമായിരിക്കും. വ്യക്തിക്ക് നാം, ആ വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയാമായിരിക്കും. പിന്നെ പത്തേ, അഡ്രസ്സ്, വിലാസം എന്താണെന്ന് അറിയാമായിരിക്കും. ഉമ്ര, അയാളുടെ വയസ്സ് എത്രയെന്ന് അറിയാമായിരിക്കും. ഓഹ്ദെ, അയാളുടെ പദവി എന്തെന്നറിയാമായിരിക്കും. ജാതി, അയാളുടെ ജാതി എന്തെന്നറിയാമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു വ്യക്തി അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടീസ് നമ്മൾ എന്താണ് പരമ്പരാഗതമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷേ यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसे उसके संकट से नहीं जानती तो हम कुछ नहीं जानते. പക്ഷേ കവി പറയുന്നത് യദി, ഒരു പക്ഷേ നമ്മൾ ഒരു വ്യക്തിയുടെ കിസി വ്യക്തിക്കോ, ഒരു വ്യക്തിയുടെ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട്ട്, അയാളുടെ നിരാശ, അയാളുടെ അവസ്ഥ അല്ലേ, അസഹായത എന്ന അവസ്ഥ, പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അർത്ഥം. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക എന്ന് പറയുന്ന ആ ഒരു വേർഡിന് കവി 2 മീനിങ് പറയാണ്. ഒന്ന് എന്ന് പറയുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള എല്ലാ മനുഷ്യരും അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ പേര്, അയാളുടെ വയസ്സ്, അല്ലെങ്കിൽ അയാളുടെ വീട് എവിടെയാണ്, അയാളുടെ ജാതി ഏതാണ്, അയാൾ എന്ത് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ അറിയാമായിരിക്കും. അത് ഒരു കാര്യം. പക്ഷേ കവിയുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ ഈ പറഞ്ഞ കുറേ ബയോഡേറ്റാസ് അറിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അയാൾക്ക് നിരാശയാണോ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അയാൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ തുടരുന്നത് എന്ന് മനസ്സിലാക്കാത്തോളം കാലം നമുക്ക് അയാളെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയത്തില്ല എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം അദ്ദേഹം അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. സഡക് പർ ഘായൽ പടെ അപരിചിത് വ്യക്തി കോ ദേഖ്കർ ക്യാ ഹം കർ സക്തേ ഹൈൻ കി ഉസേ ഹം നഹീ ജാൻതേ. ഇപ്പോൾ നമ്മൾ റോഡിൽ ഘായൽ പടെ അപരിചിത് വ്യക്തിക്കോ, ഒരു മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കർ സക്തേ ഹൈ, എന്താ നമുക്ക് പറയാൻ കഴിയുമോ, ഉസേ ഹം നഹീ ജാൻതേ, അയാളെ ഞങ്ങൾക്കറിയില്ല എന്ന് അല്ലേ. റോഡിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുകയാണ്, നമുക്ക് അയാളെ അറിയില്ല, നമ്മുടെ ബന്ധുക്കളല്ല, നമ്മുടെ ആരുമല്ല. പക്ഷേ നമ്മുടെ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ വെറുതെ ആ അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് പോകാൻ നമുക്ക് തോന്നുമോ, നമ്മളത് ചെയ്യുമോ എന്നാണ് കവി ചോദിക്കുന്നത്. വാസ്തവമേ ഹം ജാൻതേ ഹേം കി യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ. നമുക്ക് മനസ്സിലാക്കും യഥാർത്ഥത്തിൽ നമ്മളപ്പോൾ ആ ഒരു വ്യക്തി അവിടെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് അയാളുടെ പേരറിയില്ല, അയാളുടെ ഏജ് അറിയില്ല, അയാൾ ആരെന്നറിയില്ല, അയാളുടെ വീട് എവിടെയെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാവും, യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ, അയാൾ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു അപകടാവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലേ. അയാളവിടെ അയാൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. और उसी से हमारी मदद की ज़रूरत है,
മാത്രമല്ല അയാൾക്ക് ഇപ്പോൾ നമ്മുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ആണല്ലോ. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തി ഹെ. അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യനെ മനുഷ്യനായിട്ട് അറിയുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ ഈ കവിത മനുഷ്യക്കോ, ഈ കവിത മനുഷ്യനെ മനുഷ്യക്ക് തര മനുഷ്യനായിട്ട് ജാനേക്ക് യാദ് ദിലാത്തി ഹെ അറിയുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ. कविता लगातार नहीं जाने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. അപ്പോൾ ഈ കവിത ലഗാത്താർ തുടർച്ചയായിട്ട് നഹീം ജാനെ അവർ ജാനെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. നഹീം ജാന അറിയില്ല, അവർ ജാന അറിയാം. അപ്പോൾ ഈ കവിത നമുക്ക് നോക്കിയാൽ അറിയാം, അറിയില്ല അറിയാം, അറിയില്ല അറിയാം. അപ്പോൾ എല്ലാ വരിയിലും ഇതൊരു റെപ്പറ്റീഷൻ നടക്കുകയാണ് അല്ലേ അവിടെ. അപ്പോൾ ഇത് ബയാൻ കർത്തി, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രണ്ട് വാക്കുകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നഹീം ജാന ജാന, അറിയാം അറിയില്ല എന്നുള്ള ഈ രണ്ട് വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശില്പയ്ക്ക് ഇസ് ബാരി കാരിഗാരിക്കോ ദേഖേം. അപ്പോൾ ഈ ഒരു കവിയുടെ ഈ ഒരു ശില്പവിദ്യയുടെ സൂക്ഷ്മമായ കാവ്യഭംഗി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഒരു ശില്പകലയെന്ന് പറയുമ്പോൾ നമ്മളൊരു ശില്പി ഒരു കല്ലുകൾ കൊണ്ട് ഒരു ശില്പം നിർമ്മിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തൻ്റെ എഴുത്തുകൊണ്ട് ഒരു കവിതയാകുന്ന ശില്പം നിർമ്മിക്കുകയാണ് ആര്? കവി. അപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. കവിയുടെ ശില്പകല വിദ്യയുടെ ഭംഗി എന്താണ് നമുക്ക് ബാക്കി താഴെ ഭാഗങ്ങളിലോട്ട് നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जाना और जानना कविता में किसी लोकगीत के सिताई की तरह बार बार लौटता है. അപ്പോൾ ഇവിടെ എന്താണ്, അയാൾക്ക് എന്നെ അറിയില്ല. വോ മുझे नहीं जानता था, അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനേക്കോ ജാൻതാ था, കൈ നീട്ടിയത് എന്തിനെന്ന് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീ ജാൻതേ थे, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചെൽന ജാൻതേ थे, പരസ്പരം ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നഹീം ജാന അവർ ജാന, അറിയില്ല അറിയാം എന്ന ഈ ഒരു രണ്ട് വാക്കുകൾ ഈ കവിതയിൽ കിസി ലോകഗീതയ്ക്ക് സ്ഥായിക്ക് തര, ഒരു ലോകഗീത, ഒരു സാധാരണ നാടൻ പാട്ടിൻ്റെ ഒരു സ്ഥിരമായ ശൈലിയിൽ ബാർ ബാർ ലൗട്ടാഹെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എനിക്കറിയാം അറിയില്ല, അറിയാം അറിയില്ല എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഗദ്യമേം ലിഖി ഹുയി കിസി കവിതാമേം लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അപ്പോൾ ഒരു എന്താണ് ഗദ്യത്താൽ എഴുതിയ ഏതൊരു കവിതയിലും ഇങ്ങനെ ഒരു ലിറിക്കൽ യാ ഗീതാത്മകതാ ബോധം, രചനയിലായാലും രചനയിലായാലും എഴുത്തിലായാലും ഗീതാത്മകത, ആ ഒരു താളാത്മകത, ആ ഒരു സംഗീതത്തിലായാലും അതിൻ്റെ ഭംഗി ഈസ് ഖൂബി കെ സാത്ത്, ഇത്രയും ഭംഗിയായിട്ടുള്ള രീതിയിൽ മറ്റ് ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആ രഹ, എനിക്ക് ഓർമ്മ വരുന്നില്ല. കാര്യം മനസ്സിലായോ? ഒരു ഹിന്ദി കവിത, ഇപ്പോൾ നമ്മുടെ അദ്ദേഹം പറയുകയാണ്, ആരാണ്? നരേഷ് സക്സേന പറയുകയാണ്, ഇത്രയും മനോഹരമായ രീതിയിൽ ആ എഴുത്തും രചനയും ആ ഒരു കവിതയുടെ ട്യൂണും താളവും ഒരേ രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് മറ്റേതൊരു കൃതിയിൽ വന്നിട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് സമന്വയിച്ച് മറ്റേതൊരു കവിതയിൽ വന്നിട്ടുണ്ട് എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല. അത്രത്തോളം ഭംഗിയായിട്ടാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അപ്പോൾ जैसे किसी गज़ल में, ഒരു ഗസൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ഗസലിൽ എന്ന പോലെ ആഖിരി ഷേർ കി ആഖിരി ശബ്ദം, അവസാന വരിയിലെ
അവസാന ശബ്ദം, അവസാന വാക്ക്. ശ്രോതാവുങ്കി ജുബാൻ പർ. ശ്രോതാവ് എന്ന് വെച്ചാൽ കേൾക്കുന്നവർ, കേൾവിക്കാർ. അപ്പോൾ കേൾവിക്കാരുടെ സുബാൻ, നാവിൽ. സുബാൻ എന്താണ്? നാവ്. അപ്പോൾ ഒരു ഗസൽ കേൾക്കുമ്പോൾ അവസാനം ഗസൽ നിർത്താറാകുമ്പോൾ അതിൻ്റെ അവസാനത്തെ വരിയിലെ അവസാന വാക്ക് ഈ കേൾവിക്കാരുടെ നാവിൽ ആപ്സെ ആ പാച, അവരറിയാതെ തന്നെ എന്ത് ചെയ്യും? വരും. അതാണ് ഒരു ഗസലിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരറിയാതെ തന്നെ ഈ പാടുന്ന ആൾ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവസാനത്തെ വരി എന്താണെന്ന് കേൾവിക്കാരുടെ നാവിൽ അറിയാതെ വരും. അതുപോലെ തന്നെ ഈ കവിതയിൽ ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദം യാനി സാത് സാത് ചലന. അപ്പോൾ ഈ കവിതയുടെ അവസാന ശബ്ദം പറയുമ്പോൾ എന്ന് വെച്ചാൽ ഏതാണ്? സാത് സാത് ചലന കെ ബാദ്, അതിനുശേഷം. ഇവിടെ വായിക്കാം. വൈസേഹി, ഏതാണ്? ഈ ഗസലിനെ പോലെ തന്നെ ഈസ് കവിതയ്ക്ക് അന്തിം ശബ്ദം, ഈ കവിതയിലെ അവസാന വാക്ക് യാനി, അതായത് സാത് സാത് ചലന, സാത് സാത് ചലന കെ ബാദ്, അതിനുശേഷം, സാത് സാത് ചലനയ്ക്ക് ശേഷം കവിതാ പാട്ട് രോക് ദിയാ ജായേത്തോ, കവിത പറയുന്നയാൾ നിർത്തുകയാണെങ്കിൽ പോലും സുന്നേ വാലേ, കേൾക്കുന്നവർ ഖുദ് വാക്യ പൂരാ കർ ദേങ്കി, സ്വയം ആ വരി പൂർത്തീകരിക്കും. അവർ കഹേങ്കി, എന്നിട്ട് പറയും ജാൻതേ ഥേ. കാരണം ഇത് ആദ്യം മുതൽ അവസാനം വരെ ജാൻതേ ഥേ നഹീൻ ജാൻതേ ഥേ, ജാൻതേ ഥേ നഹീൻ ജാൻതേ ഥേ, ഇതൊരു സാധാരണ നാടൻ പാട്ടിൽ വരുന്നത് പോലെ ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ അവസാനത്തെ വരി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലറിയാതെ വരും ലാസ്റ്റത്തെ എന്തായിരിക്കും? ജാൻതേ ഥേ എന്ന് നമുക്കറിയാതെ വരും. അതാണ് ഇവിടെ പറയുന്നത്. इस कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. അപ്പോൾ ഈ കവിത അറിയുക എന്ന് പറയുന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തിനെ വളരെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇസ് കവിത की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. അപ്പോൾ ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി എന്ത് ചെയ്യുകയാണ്? 2 വരികളിലൂടെ തന്നെ കവി അപ്പനി പൂരി ബാത്, തനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും പറയുകയാണ്. ശേഷ് പങ്ക്തിയാം ഉസി കഹേ ഗയേക്കോ അവർ സഥൻ അവർ ഗഹര കത്തി ഹെ. അപ്പോൾ ആദ്യത്തെ 2 വരികളിലൂടെ തന്നെ കവി തനിക്ക് ഈ കവിതയിലൂടെ അദ്ദേഹം പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു തീർത്തു കഴിഞ്ഞു. ആദ്യത്തെ 2 വരികൾ ഏതൊക്കെയാണ്? 2 വരികൾ നോക്കൂ. ഹതാശാ സേ ഏക് വ്യക്തി ബഡ് ഗയാ താ, വ്യക്തി കോ മൈ നഹീൻ ജാൻതാ താ, ഹതാശാ കോ ജാൻതാ താ. അപ്പോൾ ആദ്യത്തെ വരികളിൽ തന്നെ അദ്ദേഹം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗങ്ങൾ ശേഷ് പങ്ക്തിയാണ്, ബാക്കി ഭാഗങ്ങൾ ഉസേ കഹ് ഗയേക്കോ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിനെ സാധൂകരിക്കുന്നതും ആഴത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. അതിനെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലോട്ട് കടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കവിത കാ സന്ദേശ് ഹേ കി, ഈ കവിതയിലെ സന്ദേശം എന്താണെന്നാൽ ദോ മനുഷ്യോं के बीच, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാ കാ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോനാ ജരൂരി ഹേ. അപ്പോൾ 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ അനുഭവം, മനുഷ്യതാക്ക എഹ്സാസ് എന്ന് വെച്ചാണ് മനുഷ്യത്വത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ മാനവീയ സംവേദന, മനുഷ്യത്വപരമായ കമ്മ്യൂണിക്കേഷൻ അല്ലേ, മനുഷ്യത്വപരമായ ഒരു കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് അല്ലേ. ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ കടമ എന്നാണ് ഇവിടെ ഈ കവിതയിലൂടെ കവി പറയുന്നത്. മനസ്സിലായല്ലോ. ജാൻകാരിയാം ജറൂരി നഹീം ഹേ. പിന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് എന്താണ്? അയാളെ കുറിച്ചുള്ള അറിവുകൾ, മത്ലബ് ഉൻകാ നാം, ഉൻകാ പതാ, ഉൻകാ ഓഹ്ദ, ഉൻകാ ഉമ്ര, ഉൻകാ ജാതി, ये सबको जानना बहुत ज़रूरी बात नहीं है, लेकिन बहुत ज़रूरी बात क्या है? एक व्यक्ति को जानना, उसके लिए बहुत ज़रूरी बात क्या है? क्या क्या है? उनकी हताशा को जानना, उनकी निराशा को जानना, उनकी असहायता को जानना, अले उनकी मानसिक संकटों को जानना, यह बहुत ज़रूरी बात है. ठीक है, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ
അയാളുടെ ബാക്കി ഡീറ്റെയിൽസ് അറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ മാനസിക സംഘർഷങ്ങൾ, അയാളുടെ നിസ്സഹായതയൊക്കെ അറിയുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്നാണ് കവി ഇവിടെ പറയുന്നത്. കിന്തു യഹ് സന്ദേശ് കവിതാ മേം ഉപദേശ് കി തരഹ് നഹീ മത്. പക്ഷേ ഈ ഒരു സന്ദേശം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സന്ദേശം കവിതയിൽ പറയുന്നില്ല, സന്ദേശമായിട്ടല്ല പറയുന്നത്. ആ കവിത വായിക്കുമ്പോൾ നമുക്കറിയാതെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്. അതൊരു സന്ദേശമായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഞാനിത് ഫുൾ ഒരു ഔട്ട്ലൈൻ, ഇതിൻ്റെ സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. ഈ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ യഥാർത്ഥ കവി, ഈ കവിതയുടെ കവി ആരാണ്? വിനോദ് കുമാർ ശുക്ല. അപ്പോൾ അതിന് ടിപ്പണി എഴുതിയ വ്യക്തിയാണ് നരേഷ് സക്സേന കേട്ടോ. അപ്പോൾ ഈ കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിൽ എന്തോന്നാണ്? മനുഷ്യത്വമാണ് വേണ്ടത്, അല്ലേ? ഒരു മനുഷ്യർക്കിടയിലെ മനുഷ്യത്വം നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ അത് വളർത്തിക്കൊണ്ടുവരാനാണ് കവി ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായോ? ശരി, അപ്പോൾ എല്ലാവരും ഈ പാഠവും നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കുക, എന്ന് മനസ്സിലാക്കുക. എൻ്റെ അർത്ഥം ഞാൻ പിന്നെ തരുന്നതായിരിക്കും. ഓക്കെ.